നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നിതേഷ് തിവാരിയുടെ സംവിധാനത്തിൽ രൺബീർ കപൂറും യഷും അണിനിരക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രമായ രാമായണത്തിന്റെ ട്രെയിലർ പുറത്തുവന്നതോടെ സിനിമാ പ്രേമികൾ ഒന്നടങ്കം ആവേശത്തിലാണ്. വിവിധ ഭാഷകളിലായി പുറത്തിറക്കിയ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ അടക്കം തരംഗമാവുകയാണ്. റിലീസിന് പിന്നാലെ രാമായണം ട്രെയിലർ തിരഞ്ഞ് നിരവധി സിനിമാ പ്രേമികളാണ് ഗൂഗിളിൽ എത്തിയത്. ഗൂഗിളിന്റെ ഔദ്യോഗിക കണക്ക് അനുസരിച്ച് 1 ലക്ഷത്തിലേറെ ആളുകളാണ് രാമായണം ട്രെയിലർ സെർച്ച് ചെയ്തത്. ഗൂഗിൾ ട്രെൻഡിംഗ് പട്ടികയിലും ട്രെയിലർ 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. രൺബീർ കപൂറും യഷും സായി പല്ലവിയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയുടെ ട്രെയിലർ ആഗോളതലത്തിൽ ശ്രദ്ധ നേടുകയും ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. സീതാദേവിയാണ് സായി പല്ലവിയായി എത്തുന്നത്. എന്നാൽ ട്രെയിലർ കണ്ട ശേഷം പ്രേക്ഷകർ രണ്ടായി തിരിഞ്ഞു. ഒരു വിഭാഗം സായി പല്ലവി സീതയായതിൽ സംതൃപ്തിയുള്ളവരാണ്. എന്നാൽ മറ്റുള്ളവർക്ക് സീത എന്നത് സായി പല്ലവി ചെയ്യുമ്പോൾ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെയാണെന്ന അഭിപ്രായമാണ്. നടി വേദികയെ പോലെ ആരെയെങ്കിലും ആ റോളിലേക്ക് പരിഗണിച്ചെങ്കിൽ മതിയായിരുന്നു എന്ന് കുറിച്ചവരുമുണ്ട്. പൗർണമി ചന്ദ്രന്റെ കാന്തിയുള്ള മുഖവും താമര ഇതളുകൾ പോലെ വിടർന്ന കണ്ണുകളും കാർമേഘം പോലെ നീണ്ട കറുത്ത മുടിയും തങ്കത്തിന്റെ ശോഭയുള്ള ശരീരവടിവും മധുരഭാഷണവും വിനയവും സമന്വയിപ്പിച്ച സാത്വിക ഭാവമുള്ള സീതാദേവിയാണ് വാൽമീകിയുടെ കാവ്യത്തിലുള്ളത്. ബാഹ്യമായ ആഭരണങ്ങളെക്കാൾ പ്രകൃതിദത്തമായ ലളിത സൗന്ദര്യം കൊണ്ട് അഴകേകിയ വാൽമീകിയുടെ സങ്കല്പത്തിലെ ആ ദിവ്യരൂപത്തിന് പകരമായി പണത്തിന്റെ തിളക്കവും സാങ്കേതിക വിദ്യയും മാത്രം കാണിച്ചു തരുമ്പോൾ വാൽമീകിയുടെ സീതാ സങ്കല്പത്തിന് മുന്നിൽ അത് തികച്ചും പരാജയപ്പെട്ടു പോകുകയാണ് ചെയ്യുന്നതെന്നാണ് ഒരാൾ കുറിച്ചത്. രാമായണം സിനിമയാക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ബാലികേറ മലയാണ്. ജാപ്പനീസ് അനിമയുടെ ഒരു 50% ഔട്ട്പുട്ട് കിട്ടിയാൽ തന്നെ ഇത് വർക്കാകുമെന്നാണ് എനിക്ക് തോന്നിയത്. ഇവിടേക്ക് വരുമ്പോൾ സിംപ്ലിസിറ്റിക്ക് പകരം സിനിമാറ്റിക് ആകാൻ സംവിധായകൻ നല്ല പോലെ പരിശ്രമിച്ചിട്ടുണ്ട്. അതായത് VFXന്റെ അതിപ്രസരം വേണ്ടാത്ത സ്ഥലത്ത് പോലും കുത്തി നിറച്ച ഫീൽ. പക്ഷെ ഏറ്റവും നല്ല പ്രോ എന്ന് തോന്നിയത് സിനിമ നല്ല പോലെ ഷാർപ്പും വൈബ്രന്റുമാണ് എന്നതാണ്. മറ്റുള്ള മിത്തോളജികൾ വെച്ച് നോക്കുമ്പോൾ ഇതിന് തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ഒരു തലത്തിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. കാസ്റ്റിംഗിലേക്ക് വരുമ്പോൾ ട്രെയിലർ കണ്ട കാഴ്ചയിൽ സീതയായ സായി പല്ലവി എത്രമാത്രം വർക്കൗട്ട് ആകുമെന്ന് സംശയമുണ്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ വേദികയെ പോലെയുള്ള നായികയാണ് കുറച്ചും കൂടി അനുയോജ്യമായിരുന്നു എന്ന് തോന്നുന്നു. രൺബീറിന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ രാമനായി വർക്കായാലും ക്ലോസപ്പ് ഷോട്ട് വരുമ്പോൾ നല്ല പ്രായം തോന്നിക്കുന്നത് ഒരു കല്ലുകടിയായി തോന്നി. ആകെ സാറ്റിസ്ഫാക്ഷൻ തന്നത് രാവണനായി വന്ന യഷാണ് എന്നായിരുന്നു മറ്റൊരാൾ കുറിച്ചത്. സായി പല്ലവി സീതയായി അഭിനയിക്കുമ്പോൾ മാത്രം ചിലർക്ക് ചരിത്രബോധം ഉണരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കും ചിലർ എത്തിയിട്ടുണ്ട്. അതേസമയം സീതയായി അഭിനയിക്കാൻ താൻ ചിന്തയിൽ പോലും വിശുദ്ധി സൂക്ഷിച്ചിരുന്നുവെന്ന് ഡൽഹിയിൽ നടന്ന പ്രഥം സങ്കല്പ ചടങ്ങിൽ സംസാരിക്കവേ സായി പല്ലവി പറഞ്ഞിരുന്നു. സീതാദേവിയെ അവതരിപ്പിക്കാൻ സാധിച്ചത് ഒരു അനുഗ്രഹമാണ്. ദൈവികമായ ഇത്തരം വേഷങ്ങൾ അപൂർവമായാണ് ലഭിക്കാറുള്ളത്. അത് പിന്നാലെ പോയി നേടിയെടുക്കാവുന്ന ഒന്നല്ല. ചിത്രീകരണത്തിലുടനീളം മനസ്സ് ശാന്തമായും ചിന്തകൾ പവിത്രമായും സൂക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു. ഹൃദയവും ആത്മാവും നൽകി പ്രവർത്തിക്കുന്ന ഒരു മികച്ച ടീം ഒപ്പമുണ്ടായിരുന്നതാണ് ഈ കഥാപാത്രത്തെ പൂർണ്ണതയിൽ എത്തിക്കാൻ സഹായിച്ചത് എന്നുമാണ് താരം പറഞ്ഞത്. 2 ഭാഗങ്ങളായാണ് രാമായണം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. 1-ാം ഭാഗം 2026 ദീപാവലിക്കും 2-ാം ഭാഗം 2027 ദീപാവലിക്കും തിയേറ്ററുകളിലെത്തും. ചിത്രം പ്രൈം ഫോക്കസ് സ്റ്റുഡിയോസ്, DNG മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസ് എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. അതേസമയം ട്രെയിലർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുവെന്നാണ് ആരാധകർ പറയുന്നത്. മാത്രമല്ല, വിഷ്വലുകളും ഗ്രാഫിക്സ് രംഗങ്ങളും അതിമനോഹരമായാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ, അതായത് പുലർച്ചെ 4:15-നാണ് ട്രെയിലർ റിലീസ് ചെയ്തത്. സ്പൈഡർമാൻ ബ്രാൻഡ് നെയിം ഡേ സിനിമയോടൊപ്പം തിയേറ്ററുകളിലും ട്രെയിലർ പ്രദർശിപ്പിച്ചു. ശ്രീരാമനായി എത്തുന്ന രൺബീർ കപൂറിന്റെ പ്രകടനം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുമ്പോൾ രാവണനായുള്ള യഷിന്റെ വേഷപ്പകർച്ചയും ഏറെ കയ്യടി നേടുകയാണ്. സായി പല്ലവിയാണ് സീതയുടെ വേഷം അവതരിപ്പിച്ചിരിക്കുന്നത്. മലയാളത്തിന്റെ പ്രിയ നടി ശോഭന കൈകേകിയായി വേഷമിടുന്നു എന്നതും പ്രത്യേകത തന്നെയാണ്. ഓസ്കാർ ജേതാക്കളായ ഹാൻസ് സിമ്മറും AR റഹ്മാനും ചേർന്നാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് എന്നതും സിനിമയുടെ മറ്റൊരു പ്രധാന ആകർഷണം തന്നെയാണ്. അതേസമയം രാമായണയുടെ മ്യൂസിക് റൈറ്റ് റെക്കോർഡ് തുകയ്ക്കാണ് വിറ്റുപോയിരിക്കുന്നത്. T-Series ആണ് ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. 75 കോടി രൂപയുടെ അഡ്വാൻസ് കരാറാണ് നടന്നിരിക്കുന്നതെന്നും ഇത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ മ്യൂസിക് റൈറ്റ്സ് ഇടപാടുകളിൽ ഒന്നാണെന്നും ട്രേഡ് അനലിസ്റ്റ് രമേഷ് ബാല റിപ്പോർട്ട് ചെയ്തിരുന്നു. നമിത് മൽഹോത്രയുടെ പ്രൈം ഫോക്കസ് സ്റ്റുഡിയോസും 8 തവണ ഓസ്കാർ പുരസ്കാരം നേടിയ പ്രമുഖ വിഷ്വൽ ഇഫക്ട്സ്
സ്റ്റുഡിയോയായ DNGയും യഷിന്റെ മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസും സംയുക്തമായി നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഔദ്യോഗിക ട്രെയിലർ മലയാളം, ഹിന്ദി, കന്നഡ, തെലുങ്ക്, തമിഴ് എന്നീ 5 ഭാഷകളിലാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. 3 ലോകങ്ങൾ അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ പ്രപഞ്ച സമതുലിതാവസ്ഥ വീണ്ടെടുക്കാനായി വിഷ്ണു ഭഗവാൻ അവതാരമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. മാനവ രാജകുമാരനായ രാമനായ വിഷ്ണു പുനർജനിക്കുന്നു. അഹങ്കാരത്താലും പ്രപഞ്ചത്തെ പോലും തകർക്കാൻ ശേഷിയുള്ള പ്രതികാരദാഹത്താലും നയിക്കപ്പെടുന്നവനും ത്രിമൂർത്തികളുടെ അനുഗ്രഹവും ലഭിച്ചവനും അജയ്യനും അമരനുമായ രാവണൻ എന്ന അതിശക്തനും പണ്ഡിതനുമായ അസുര രാജാവാണ് രാമനെതിരായി നിൽക്കുന്നത്. വിധി വൈപരീത്യം രാമനെ വനവാസത്തിലേക്കും തുടർന്ന് രാവണനുമായി ഒടുങ്ങാത്ത പോരാട്ടത്തിലേക്കും നയിക്കുകയാണ്. ദേവന്മാരുടെയും മനുഷ്യരുടെയും വിധി നിർണ്ണയിക്കുന്ന വലിയൊരു ഏറ്റുമുട്ടലായി അത് മാറുമെന്നാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിലൂടെ അവതരിപ്പിക്കുന്നത്. 8 തവണ അക്കാദമി അവാർഡ് നേടിയ VFX സ്റ്റുഡിയോയായ DNG ആണ് ചിത്രത്തിലെ ദൃശ്യവിസ്മയങ്ങൾക്ക് പിന്നിൽ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.